എല്ലാവർക്കും ആർട്ട് ലൈഫ് ശ്രീനിത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാവക്കാടുള്ള ഫാമില്ല പറഞ്ഞിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു മറൈൻ വേൾഡ് അക്വേറിയം പോയിണ്ടായിരുന്നില്ലേ, അതിൻ്റെ തന്നെ കുറച്ചടുത്താണ് ഈ ഫാമില്ല. അതിലിതാ അങ്ങനെ കുറേ മൃഗങ്ങളുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടകമാണ്. ചെന്ന് കുറയുമ്പോൾ തന്നെ ഒട്ടകത്തിനെയാണ് കാണുക. അപ്പോൾ അതാ ഒട്ടകത്തിന് നമുക്ക് അവർ ഇലകൾ തരും. ആ ഇല നമ്മൾ കൊടുക്കുക. ഒരു എൻട്രി ഫീസ് 300 രൂപയെന്ന് തോന്നുന്നു. 300 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ്. അപ്പോൾ ഇത് നമുക്ക് ഇല തരും. ആ ഇല നമുക്ക് ഒട്ടകത്തിന് കൊടുക്കുക. ഒട്ടകം എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടകത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുതിരയാണ്, ഒരു വെള്ളക്കുതിര. 2 കുതിരകളുണ്ട്. അപ്പോൾ കുതിരയ്ക്കും എന്തോ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞാനും ഉണ്ണിയേട്ടനും അമ്മയും മണിക്കുട്ടനും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അത് അമ്മ എന്തൊരു ചെറിയൊരു ഇലയാണ് ഇതിന് കൊടുക്കണേ കേട്ടോ. മറ്റേ ഒട്ടകത്തിന് വലിയൊരു മാവിൻ്റെ ഇലയൊക്കെ പോലത്തെ ഒരു ഇലയും, ഇതൊരു ചെറിയൊരു ഇലയാണ്. അപ്പോൾ എല്ലാവരും കൊടുക്കുകയാണ്. അവിടെ ഞങ്ങൾ പോയിപ്പോൾ വലിയ തിരക്കെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒട്ടകത്തിന് കൊടുത്തു, കുതിരയ്ക്ക് ഫുഡ് കൊടുത്തു. അങ്ങനെ മണിക്കുട്ടനൊന്നും വലിയ പേടിയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അവൻ തൊടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവൻ വലിയ കുഴപ്പമില്ലാണ്ട് ഇതാ ഞാനും കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും തരും കേട്ടോ, വരുന്നവർക്കൊക്കെ തരും. അപ്പോൾ അവിടെ അവർക്കൊന്നും വലിയ ഫുഡ് കൊടുക്കേണ്ട പണിയൊന്നും ഉണ്ടാവില്ല, കാരണം അതൊക്കെ ഇങ്ങനെ വരുന്നവരെന്നെ കൊടുത്തോളും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ചുറ്റുമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇത് അരയന്നാണ്. അപ്പോൾ മണിക്കൂട്ടനൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ വാഷ്റൂമൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പോകാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അവിടെ നല്ല ക്ലീനായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് തന്നെ ഫുഡൊക്കെ അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് നമുക്കൊരു നല്ലൊരു ഒരു പുതിയ ഫീലിംഗ് ആയിരിക്കും. പിന്നെ അത് കോഴികളാണ് കേട്ടോ. പിന്നെ നിറച്ചും എന്താ പറയുക, മീനുകൾക്കും അതേ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കൊടുക്കാം. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ വെച്ച് കൊടുത്താൽ അതാ മീനുകൾ വന്നിട്ട് അത് എടുത്ത് കഴിച്ചോളും. മണിക്കൂട്ടനൊക്കെ പേടിയായിരുന്നു. പിന്നെ ആൾക്ക് ഉണ്ണിയേട്ടനൊന്നും ചെയ്തില്ല കേട്ടോ. ആൾക്കെന്തോ മണം വരുന്നു പറഞ്ഞിട്ട് ആള് എന്താ പറയുക, അത് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അതിൽ പൊട്ട സ്മെല്ലാണ് അത്ര. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ മീനുകളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് ആട്ടുംകുട്ടികൾ, ചെറിയ എന്താ പറയുക, ചെറുത് കുഞ്ഞ് ആട്ടിൻകുട്ടികൾ പോലത്തേതാണ്. അതിന് ഇതുപോലെ എന്തോ ഒരു ഫുഡ് കൊടുത്തു വിട്ടാണ്. ഇത് പിന്നെ അങ്ങനെ ഫുഡ് കൊടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല. ഇതെന്തോ മറ്റേ നല്ല കൊമ്പുള്ള എന്താ പറയുക, ചെമ്മരിയാട് ടൈപ്പ് ഇതാണ്. അതിന് എന്തോ കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അമ്മ. അതിലൊരു ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ. എന്താ നിറച്ച് രോമയ്ക്കായിട്ട് എന്താ പറയുക, മറ്റേത് രണ്ടും ഇരിക്കുക. ഒരു ചെമ്മരിയാട് മാത്രം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ എന്താ പറയുക, ഇതാ ഞാനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെമ്മരിയാടിനൊക്കെ എന്താ നല്ല വലിയ കൊമ്പും എന്താ പറയുക ഇതൊക്കെ ആയിട്ടുള്ള ഒരു 3 ഇരിക്കുന്നുണ്ട്. അത് പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് അങ്ങനെ അത്യാവശ്യം ദൂരം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെമ്മരിയാട് പോലത്തെ നല്ല വലിപ്പമുള്ള ഒരു ആട്, അതങ്ങനെ മിണ്ടാണ്ടൊരു മൂലക്കിരിക്കുന്നുണ്ട്. അതിന് വെള്ളവും ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇലകളും എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. പിന്നെ അവരതൊക്കെ കണ്ടിട്ട് ആകെ എന്താ പറയുക, ഇങ്ങനെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവന്. എന്താ അമ്മയത് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇലയും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അമ്മ നല്ലതായ പേടിയൊന്നും ഇല്ലാണ്ട് അതിൻ്റെ ഞങ്ങൾക്കൊക്കെ ഒത്തിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. വലിയ കൊമ്പുള്ളതിനൊക്കെ തോന്നാൻ. എന്നാലും എല്ലാവർക്കും നമ്മൾ ഒരുവിധം ആടുകൾക്കൊക്കെ തൊട്ടോളാനും ഫുഡ് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ. അവരെന്താണോ കഴിക്കണ ഫുഡ് നമ്മുടെ കയ്യിൽ വെച്ച് നിന്നിട്ട് അവർ നമ്മളോടത് കൊടുത്തോളാൻ പറയും. കുറച്ച് തരില്ല കേട്ടോ, ഒരുപാടൊന്നും തരില്ല. കുറച്ചങ്ങനെ കുറേ പേര് കൊടുക്കുമ്പോൾ അത്യാവശ്യം ആവുമല്ലോ. അമ്മ എല്ലാത്തിനും നല്ല ഒരു പേടിയില്ലാണ്ട് നല്ല ധൈര്യമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അതിനൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ അതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു എന്താ പറയുക, നമ്മുടെ മൃഗശാലയിലൊക്കെ സൂലൊക്കെ ഉള്ള പോലത്തെ ഒരു വലിയൊരു ബാഹുബലിയിൽ കാണുന്ന ടൈപ്പ് വലിയൊരു പോത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ചെറിയൊരു ആട്, അതിന് വലുപ്പം നമ്മൾ സാധാരണ കാണുന്ന നോർമൽ മോഡലുള്ളൊരു ആടുകൾ. പക്ഷെ എന്തോ പുള്ളിയൊക്കെ ആയിട്ട് അതൊക്കെ നമുക്ക് വലിയ സ്പെഷ്യലൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. മറ്റേ എന്താ ആ ഒരു ഇത് നമ്മുടെ കയ്യിൽ നമ്മൾ ഫുഡ് വെച്ച് കൊടുത്താൽ
അത് കുത്തി കഴിക്കുന്നു. എനിക്കിപ്പോൾ പെട്ടെന്ന് പേടിയായിരുന്നു അതിങ്ങനെ കയ്യിൽ കുത്തിയ വേദനയ്ക്ക്. പക്ഷേ ഒരു ഇതുമില്ല, നമ്മുടെ കൈമ കൊള്ളണില്ല, ഫുഡിൽ മാത്രം അത് കഴിക്കുക. നമ്മുടെ ഒട്ടും മേടിക്കില്ല കേട്ടോ. നമുക്ക് നമ്മളത്രയും ഇതായിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പേടിക്കും ഇത് കുത്തുമോന്ന്. പെട്ടെന്ന് നമ്മൾ കൈ എടുക്കുന്നാലും ഒരു വേദനയും നമുക്ക് തോന്നില്ല കേട്ടോ. അത് നമ്മളവിടെ നിലത്തിട്ട് കൊടുത്താൽ അതിങ്ങനെ കുത്തി കുത്തി അവർ കഴിച്ചോളും. അത് 3-4 അവിടെ ഉണ്ട് കേട്ടോ. അത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. ഇതിലേറ്റവും ഇഷ്ടമായത് ആ കിളി കൊത്തിയതാണ്. അങ്ങനെ പിന്നെയും നടന്നു പോകുമ്പോൾ അത് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അമ്മ. അവനത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിട്ട് എല്ലാം കൂടി അവനൊരു എന്താ പറയുക, അത് എന്തോ എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പഴയ കാലത്തെ എന്തോ അതൊക്കെയെന്ന് തോന്നുന്നു. അതൊക്കെ കറക്റ്റ് മനസ്സിലായില്ല. പിന്നെ ഇതാ കുതിരകളുടെ സെക്ഷനാണ്. അതൊരു വെള്ളക്കുതിരയുണ്ട്, പിന്നെ ഇതാ അവിടെ ഒരു വേറൊരു കുതിര ഇരിക്കുന്നുണ്ട്, പിന്നെ തൊട്ടപ്പുറത്തൊരു ഡോങ്കി കഴുതിയ തോന്നുന്നുണ്ട്, കഴുതി ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ എന്താ പറയുക കുതിരയുടെ ആ ഒരു സെക്ഷനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക കുറച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ചെറിയ ചെറിയ ഷെഡ് പോലെ വീട് പോലെ അതിലിങ്ങനെ അവർ കെട്ടിയിട്ടുണ്ട്. എന്താ പറയുക നല്ല ഭംഗിയിലിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്രൗൺ കളറിലൊരു കുതിര ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുതിരേനെ തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുതിര എന്താ പറയുക ഇത്തിരി ഉപദ്രവിക്കുന്നതാണ്, അപ്പോൾ അതിനെ തൊടരുത് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കഴുതേനെ ഞങ്ങൾ തൊടാനൊന്നും പോയില്ല കേട്ടോ. എന്താ പറയുക ഒരു പാവത്താനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കുതിരേനെ ജസ്റ്റ് ഒന്ന് അമ്മ രോമൊക്കെ തൊട്ടതുകൊണ്ട് എന്നാലും ഒരു കുതിരയെ തൊടുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കുതിരയെ തൊടാൻ നമ്മൾ ആദ്യം കണ്ട കുതിരയുടെ പോലെ അല്ല തോന്നിയത്. വലിയ ഒരു പേടി തോന്നി ഇതിനൊക്കെ കണ്ടപ്പോൾ. ആരും അങ്ങനെ തൊടണമുണ്ടായിരുന്നില്ല. അപ്പോൾ കുതിര ഇരിക്കേണ്ടത് പിന്നെ മറ്റേ പന്നിയല്ലേ, അതായത് പന്നികളാണ്. അതിങ്ങനെ വെറുതെ സാധ്യത്തിനൊന്നും ഫുഡൊന്നും കൊടുക്കണ്ടെന്നില്ല തോന്നുന്നുണ്ട് കേട്ടോ. പിന്നൊക്കെ അവിടെ തന്നെ അവരെന്നെ കൊടുക്കണം ഫുഡ് തന്നെ. നമ്മുടെ കയ്യിലൊന്നും ഫുഡൊന്നും തന്നിട്ടില്ല. എന്താ ചെറിയ ചെറിയ എന്താ പറയുക അരയന്നം, മറ്റേ ഇത് താറാവ്, അങ്ങനത്തെ ഓരോന്നൊക്കെയാണ്. അത് അതൊരു കൂടുണ്ട് അവർക്ക്. ആ കൂട്ടിനുള്ളിൽ ഇങ്ങനെ കുളത്തിൽ നീതി ഇതൊക്കെ നമ്മൾ നോർമലി വലിയ സ്പെഷ്യലൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ നമ്മളെല്ലായിടത്തും കാണുന്നതല്ലേ. ഇങ്ങനത്തെ കുളത്തിനുള്ളിൽ കിളികൾ ഇതൊക്കെ ഇതൊന്നും വലിയ സാധാ എപ്പോഴും കാണുന്ന നോർമലായിട്ട് കാണുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു രസം തോന്നും, ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ തോന്നും. ഇത് വേറെ എന്തോ തന്നെ അതിൻ്റെ തൊപ്പി താറാവ് അങ്ങനെ എന്തോ കറിയും. മഴക്കൂട്ടം ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്ന് എന്താ പറയുക അവനൊന്നും എന്താ പറയുക ഒരു രസമായിട്ട് അവനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കൊന്നും വന്നില്ല. അതങ്ങനെ ഫുൾ ടൈം നടന്നിങ്ങനെ നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. താറാവിനെ കണ്ടപ്പോൾ അവൻ എല്ലാത്തിനെയും തൊടണം. താറാവിനൊന്നും നമുക്കൊന്നും തൊടാൻ പറ്റില്ല. പിന്നെ അത് അരയന്നങ്ങളാണ്. ഈ അരങ്ങനെയുള്ള താറാവുകൾ തന്നെ. ഇവർ ഫുൾ ടൈം എന്താ പറയുക കൂടുന്ന പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആൾക്ക് അതിൻ്റെ ആൾ വന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് കണ്ടു. പിന്നെ ഇത് ഫുള്ള് എന്താ പറയുക ഈ മുയലുകൾ, വെള്ള മുയൽ, ബ്രൗൺ കളറിൽ കറുപ്പ് വെള്ള ഒരു പക്ഷെ ഒരു ഭയങ്കര മണം ഉണ്ടായിരുന്നു ഇവിടെ. ഇതിൻ്റെ മൂത്രത്തിൻ്റെ ഒക്കെ മണം കാരണം ഒരു സ്മെല്ലുണ്ടായിരുന്നാലും നല്ല എന്താ പറയുക രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞി ഒക്കെ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ അതനുസരിച്ച് അവർക്ക് ഒരു അടുത്തൊരു പൊട്ട മണം ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക നിറച്ച് ഫുഡ് ഇങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ മുയലുകൾ. ഇതെന്താ ചെറിയ എന്താ പറയുക ഈ എലികളുടെ തന്നെ വേറൊരു ടൈപ്പ് വർഗ്ഗ, കറുപ്പ് കളറല്ല, ഒരു കുഞ്ഞനെലി കുറച്ച് വലുപ്പത്തിലുള്ളൊരു എലി. ഞങ്ങൾ കുറച്ചേരം അതൊക്കെ ഇങ്ങനെ കണ്ട് എന്താ പറയുക വരുമ്പോഴാണ് അവിടെ പൂച്ചയുണ്ട് നിറച്ചിങ്ങനെ. ഒരു സ്ത്രീ ഉണ്ട് കേട്ടോ, ഒരു ചേച്ചി. അതിങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂച്ചകളുടെ കാര്യവും അവിടെയുള്ള എന്താ പറയുക ഉള്ള ഓരോ കാര്യങ്ങൾ. പൂച്ചയാണ്, ഇതൊരു പാവം പിടിച്ചിട്ടൊരു പൂച്ചയാണ്, നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരുമായിട്ടൊന്നും. കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഒരു പേടി തോന്നിയ ഒരു വലിയൊരു ഇത് തോന്നിയില്ലെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ പൂച്ച എന്നൊക്കെ ഇങ്ങനെ ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ ചേച്ചി ഇങ്ങനെ അമ്മോട് ചോദിച്ചു വേണോ പൂച്ചേനെ കയ്യിൽ വെക്കണോ പറഞ്ഞപ്പം അമ്മ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പൂച്ചേനെ കയ്യിൽ കൊടുക്കാനിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം പൂച്ചകൾ. ഇതൊക്കെ പണ്ടൊരു പൂച്ച ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ പൂച്ചയുടെ അമ്മയ്ക്ക് അതിനെടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെ എടുത്ത് കയ്യിൽ വെക്കുക. പക്ഷെ ഭയങ്കര എന്താ പറയുക അമ്മയ്ക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമായിട്ടാണ് പൂച്ചേനെ.
അവർ അവർ പക്ഷെ എന്നാലും അമ്മ എടുത്താൽ ഇത് അതിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് ചാടാൻ പോയി. അപ്പോഴേക്കും അവരിങ്ങനെ അത് കയ്യിൽ പിടിച്ചു വിട്ടാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ആമയല്ലേ, ആമയുണ്ട്. നമ്മുടെ തൃശ്ശൂർ മൃഗശാലയിലും പോയാലും കാണാൻ തോന്നുന്നുണ്ട് ആമ. ഒക്കെ നാട്ടിൻ പുറത്തും ഒരു സ്ഥലത്തൊക്കെ ആമകളെ കാണാമല്ലോ. പിന്നെ ഉള്ളത് എന്താ പറയുക, ഇത് കുരങ്ങൻ്റെ ഒരു ഓറിയൻ കുരങ്ങന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു കുരങ്ങനല്ല, അത് കങ്കാരുവിൻ്റെ ചെറിയ കുഞ്ഞി കങ്കാരു മോഡലുള്ളൊരു ചെറിയൊരു പെട്ടെന്ന് കുരങ്ങനാന്ന് വിചാരിച്ച് കൂട്ടിൽ കണ്ടപ്പോൾ ഒരു കുഞ്ഞിക്കങ്കാരു മോഡൽ ഇതാണ്. ഇത് കടിക്കണ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുരങ്ങൻ്റെ പോലത്തെ ഒരു ഇതാണ്. നമ്മൾ തൊടാനൊന്നും പോയില്ല, തൊട്ട് കഴിഞ്ഞാൽ കടിക്കുമെന്ന് പറഞ്ഞിട്ടോട് ഞങ്ങൾ അങ്ങനെ കണ്ടിരുന്നു. അതിങ്ങനെ ശരിക്കും കുരങ്ങൻ്റെ ഒരു മോഡൽ തന്നെയാണെന്ന് എനിക്ക് തോന്നണേ. അതിങ്ങനെ മരത്തിൽ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇവിടെ എന്താ പറയുക, മണ്ണിൽ കിടക്കണ എന്താ പറയുക, ഓരോ ജീവികളാണ് മറ്റേ മണ്ണിലിങ്ങനെ ഇഴജന്തുക്കൾ പോലത്തെ. ഇത് ചെറിയ എന്താ പറയുക, അണ്ണാങ്കി പോലത്തെ, അതിൻ്റെ പേര് കറക്റ്റൊക്കെ ഓർമ്മയില്ല. ഇത് ഇങ്ങനെ എല്ലാവരുടെയും മേത്ത് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, നല്ല രസമുണ്ട്. അത് എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അയാൾ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും മേത്ത്, നമ്മുടെ മേത്തൊക്കെ നല്ല ഇതായിട്ട് ഇങ്ങനെ തോളത്തും തലയിലും എവിടെ വെച്ചാൽ അത് കൂടെ ഇങ്ങനെ നമ്മുടെ മേത്ത് കൂടെ ഇങ്ങനെ എഴഞ്ഞ് ഇതാക്കി ഇരുന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അവിടെ നിറച്ച ഓരോ പാമ്പുകളുണ്ട്. ഇവരൊക്കെ നമ്മുടെ മേത്ത് വെച്ച് തരും കേട്ടോ. മണിക്കൂട്ടനൊക്കെ ഇങ്ങനെ പാമ്പിനെ കണ്ടപ്പോൾ മാത്രം അതിനൊരു പേര്. ഞങ്ങളിങ്ങനെ വെള്ളാരങ്ങളിൽ നല്ല ഭംഗിയിലെ കൂട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീനറി ഉള്ളൊരു ഇതൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ട് അപ്പോഴേക്കും എന്താ അമ്മ പാമ്പിനെ എടുത്തിട്ട് കഴുത്തിലിട്ടു. പാമ്പിനിട്ട് കഴുത്തിലിട്ടിട്ട് അമ്മയ്ക്ക് വേണമെന്നൊക്കെ കഴുത്തിലിടണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇട്ടത്. എന്നിട്ട് അമ്മക്ക് പാമ്പിനൊക്കെ എടുത്ത് കഴുത്തിലിട്ടിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്താ പറയുക, അതിലുള്ള കൂട്ടിൽ തന്നെ നിറച്ച് എന്താ പറയുക കുറേ പാമ്പുകളുണ്ട്. വേറെ എന്തെങ്കിലും മറ്റേ ചെറിയ എന്താ പറയുക, നേരത്തെ കണ്ടില്ല അതുപോലത്തെ ഓരോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പാമ്പുകളുടെ സെക്ഷനാണ് ഇതിൽ കൂടുതൽ. ഫുള്ളിങ്ങനെ ആ പാമ്പുകൾ നമ്മുടെ മേത്ത് വയ്ക്കുക, അങ്ങനത്തെ ടൈപ്പ് പാമ്പുകൾ തന്നെയാണ് ഇതിൽ കൂടുതൽ ഇവിടെ. പിന്നെ അവർക്ക് എന്തൊക്കെ ഫുഡും ഈ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ വെള്ളം എപ്പോഴും കുടിക്കാൻ പാകത്തിന് വെള്ളമുണ്ട്. പിന്നെ എപ്പോഴും കഴിക്കാൻ പാകത്തിനുള്ള ഫുഡും ഒക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ദിവസത്തിൽ എത്രയോ 20 മണിക്കൂറോളം ഉറങ്ങണം ജീവി പറഞ്ഞിട്ടൊരു, ഞങ്ങൾ പോയപ്പോഴും അത് ഉറങ്ങുന്നതായിരുന്നു കേട്ടോ. അതിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും മണിക്കൂട്ടനും അമ്മയെ കൂടിയിട്ട് അവിടെ കുറച്ചേരം ഇരുന്നു. പിന്നെ വാഷ്റൂമൊക്കെ ഉണ്ട്, വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കോഫിയൊക്കെ കുടിക്കാനുള്ള ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തത്ത, പനിക്കിളികളുടെ സെക്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേ പഞ്ചവർണ്ണ തത്തയാണിത്. ഇത് കൂട്ടിനുള്ളിൽ പറന്ന് പോകാൻ പറ്റാണ്ട് കഴിഞ്ഞ ഒരിത് പണി വെക്കലുണ്ട്. അത് മുകളിലേക്ക് കയറി പോകുന്നു. പക്ഷെ ഇത് പറക്കാൻ പറ്റാത്ത തോന്നുന്നു കേട്ടോ. ചിറക് കെട്ടി വെച്ചിട്ട് അത് പറക്കണത് ഇങ്ങനെ കണ്ടില്ല കേട്ടോ. ഇങ്ങനെ പോകണ്ടായിരുന്നു, ഗ്രില്ലുമ്മ തട്ടി ഇങ്ങനെ കയറി പോകണ്ടായിരുന്നു. വേറെ പിന്നെ കുറേ കിളികളുണ്ടായിരുന്നു. പിന്നെ ഇത് വേറെ ഒരു തരം എന്താ പറയുക, വേറെ ടൈപ്പിലൊരു ഇതുപോലത്തെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമ്മുടെ മേത്ത് ഇതാക്കിയിരിക്കില്ലേ, പാവം വളരെ പാവമായിട്ടുള്ളൊരു ഇതാണെന്നാണ് പറയുന്നത്. നമ്മുടെ മേത്തൊക്കെ ഇത് ഇരുന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ചേരൊക്കെ അതിങ്ങനെ കണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കാണാൻ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ കുരങ്ങൻ തന്നെ അടുത്ത സെക്ഷൻ. കുരങ്ങൻ സിംഹവാലനല്ല, അങ്ങനെ എന്താ ഒരു കുരങ്ങൻ. ഇത് കറക്റ്റ് കുരങ്ങൻ നമ്മൾ നോർമൽ കാണുന്ന കുരങ്ങനല്ല തോന്നുന്നത്. ഇത് വേറെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട് ഈ കുരങ്ങൻ. അങ്ങനെ കുറച്ച് നേരം കുരങ്ങച്ചന്മാരെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കുരങ്ങന്മാരന്നെ ഒരു 5-6 പേര് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഓടിച്ചാടി അവരിങ്ങനെ കളിക്കേണ്ടത്.
പിന്നെയാണ് നെക്സ്റ്റ് തത്തകളുടെ തന്നെ മറ്റേ തത്തകളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തത്തകൾ ഇത് പറക്കുന്നു തോന്നുന്നുണ്ട്. അത് ഇതിന് മുമ്പ് കണ്ട തത്ത ചിറക് കെട്ടിയിട്ട് അത് പറക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് മുമ്പ് കണ്ട പോലെ ചെറിയൊരു നല്ല രസം കിട്ടുക, നമ്മൾ കയ്യിൽ വെച്ച പോലത്തെ ഒരു അണ്ണാൻ മോഡൽ കിട്ടുക. പിന്നെയാണ് മറ്റേ കിളികൾ നിറച്ച് ഒരുപാട് കിളികളുള്ള നമുക്കൊക്കെ എന്തൊക്കെയോ പണികൾ നടക്കേണ്ടി പോകുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളെ കയ്യിലുള്ളിൽ കയറ്റിയിട്ട് ആദ്യം നമ്മളതിൻ്റെ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഇതാക്കും, എന്നിട്ട് അവർ പുറത്ത് നടക്കും, എന്നിട്ട് നമ്മളോട് ഉള്ളിൽ നിന്ന് തുറന്ന് പൊക്കോളാൻ പറയാം, അല്ലെങ്കിൽ കിളികളൊക്കെ പറന്നു പോകില്ലേ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കിളികളതിനെ ഒരു ആദ്യം ഞങ്ങളതിനെ ഒരു ഇതിനുള്ളിൽ കയറ്റി ഒരാളത് അതിൻ്റെ അവിടെ വർക്ക് ചെയ്യണ ചേച്ചി അടച്ചു. പിന്നെ ഉള്ളിലുള്ള വായിൽ അങ്ങോട്ട് തുറന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ മണിക്കൂട്ട് അത് കണ്ടത് ഭയങ്കര സന്തോഷമായിട്ട് കിളിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. നമ്മുടെ കിളികളെ നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കും കേട്ടോ. പക്ഷെ അധികം നേരം നമ്മളവിടെ ഇതാക്കില്ല, കുറച്ച് മിനിറ്റ് അവർ ഇറങ്ങാം. അതൊരു 5 മിനിറ്റൊക്കെ ഇരുന്നുണ്ട്. നമ്മുടെ അമ്മയ്ക്കും അതെ അമ്മയുടെ കയ്യിലും കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് നമ്മുടെ കയ്യിൽ വെച്ചില്ല, എന്തോ കഴിക്കാനുള്ളൊരു സാധനം നമ്മുടെ കയ്യിൽ വെച്ചില്ല. അത് കണ്ടിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ക്യാമറയിലും ഇതിലും ഒക്കെ വന്നിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലും ഒക്കെ നിറച്ച് നല്ല നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടിക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് അവന്. എന്താ പറയുക കിളികൾ വന്ന് അതിൻ്റെ മേത്തിരിക്കണതിനൊക്കെ ക്യാമറയുടെ കുത്തിരിക്കുകയാണ്. നമ്മുടെ ക്യാമറയുടെ മുകളിലൊക്കെ ഇങ്ങനെ കൊത്തിരിക്കുകയായിരുന്നു. അമ്മയ്ക്കൊക്കെ ഭയങ്കര എന്താ പറയുക ഇത് കണ്ടിട്ട് ആ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലേ ഭയങ്കര. എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ആക്കുമ്പോഴേക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് പറന്ന് പോയിക്കോട്ടെ. നമ്മുടെ കൈ ഒന്ന് മുകളിലേക്കൊന്നൊന്ന് തട്ടിക്കൊടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ അപ്പോഴേക്കും പഠിക്കും നിലത്തുണ്ട് കുറേ വലിക്കൂട്ട് നിലത്തുള്ള ഇതിന് ആണ് മണിക്കൂട്ടൻ ഫുഡ് കൊടുക്കേണ്ടായിരുന്നത്. അപ്പോഴേക്കും അവർ പോവാൻ പറഞ്ഞു കൂട്ടാ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അധികം നേരം നമ്മളവിടെ ഇത്തില്ല, ഒരു 5 മിനിറ്റ് കൂടുതലൊക്കെ അപ്പോഴേക്കും അവർ ഇറങ്ങാൻ പറയും. പിന്നെ അപ്പോഴേക്കും അടുത്ത സെക്ഷനിൽ ആൾക്കാരും വരും. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ തോന്നില്ല. അത്ര നല്ല രസം ഉണ്ടായിരുന്നു അത് ചുറ്റിലും കിളികളൊക്കെ ആയിട്ട്. അങ്ങനെ ഏകദേശം നടന്ന് നമുക്കൊരു വയ്യാതെയായി, കാരണം അത്യാവശ്യം നേരമായി നമ്മൾ നടന്നു തുടങ്ങിയിട്ട്. ഓരോ തുടക്കം തൊട്ട് ലാസ്റ്റ് ഏകദേശം കയ്യാറായ സെക്ഷനാണ് ഈ കിളികളുടെ ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ എന്താ പറയുക മണ്ണിൽ എന്തായിരുന്നു മണ്ണിൽ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അത് എന്തായിരുന്നു എന്നുള്ളത്. എന്തോ ചെറിയ എന്തോ ഇതാണ് കറക്റ്റ് ഓർമ്മ വരുന്നില്ല എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ അതിങ്ങനെ കുറച്ചേരം അതും കണ്ടിരുന്നു. അതിങ്ങനെ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് എൻഡിങ് ആയത് കോഴികൾ, നല്ല നീളമുള്ള വാലുള്ള കോഴികൾ. അതിങ്ങനെ അത് കുറച്ചുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളങ്ങനെ വലിയൊരു കൗതുകം തോന്നിയില്ല. നമ്മളെപ്പോഴും ഈ കോഴികളൊക്കെ കാണാൻ അതൊന്നും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയത് കിളികളെ കയ്യിലൊക്കെ പിടിക്കാൻ പറ്റുന്നത്, പിന്നെ പാമ്പിനെ മേത്ത് വെച്ചത്, അങ്ങനെയൊക്കെ. പിന്നെ ചെറിയൊരു ജീവി നമ്മുടെ മേത്ത് ഒന്ന് വയ്ക്കുന്നത്, തൊടാൻ പറ്റുന്നത്, അതൊക്കെ നമുക്ക് നല്ലൊരു ഇത് തോന്നിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും നടന്ന് ഉണ്ണിയേട്ടനും ഉണ്ട് അത് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് അവനത് ഭയങ്കര പറയുക. പിന്നെ അവനത് കുറച്ച് കഴിയുമ്പോഴേക്കും അവനത് ചെയ്യാന്നുള്ളൊരു ഇതായി അവനും എടുക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവന് ഒരുപാട് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവന് വയ്യാണ്ടിയാവും കേട്ടോ. അങ്ങനെ ഞങ്ങള് പിന്നെ ഏകദേശം നടന്ന് ബാക്കി അതിൻ്റെ ഇതിലാണ് മറ്റേ റസ്റ്റ് ഒരു തന്നെ ഒരു ശരിക്ക് പേരോർമ്മയില്ല ഇതിൻ്റെ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരിക്കാനുള്ള ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കണ ചേച്ചി പറഞ്ഞു, ആ ചേച്ചിക്ക് എന്താ പറയുക ഇതിൻ്റെ കൊത്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇണങ്ങും. ഇതാ ചേച്ചിയൊക്കെ ആയിട്ട് ഇണക്കാണ്. ചില സമയത്തൊക്കെ ആ ചേച്ചിക്ക് ഒരു എന്താ പറയുക കൊത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിന് വിളിക്കുക കാരണം വെച്ചാൽ അത് ശരിക്കും നമ്മളെ കൊത്തും. പരിചയമില്ലാത്ത ആൾക്കാർക്ക് വെച്ചാൽ നമുക്ക് ശരിക്കും കാലം കൊണ്ട് ചവിട്ടും. ചേച്ചി പറയും നല്ല ഇടയ്ക്കൊക്കെ രാത്രി നല്ല നടുവേദനിക്കാറുണ്ട് പറയാം ചേച്ചിയുടെ ചവിട്ട് ഈ പക്ഷി. അങ്ങനെ കുറച്ചേരം ചേച്ചിയുടെ ഇങ്ങനെ വർത്താനൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ തിരക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ. സാധാ ഒരു ദിവസമാണ് പോയത്. സ്കൂള് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമായിരുന്നു. ഇതാണ് മറ്റേ പാമ്പ്. ഇത് ഞാൻ കണ്ടത് പാമ്പിനെ നമ്മുടെ ഈ ഓരോ കുട്ടികളൊക്കെ പാമ്പിനൊക്കെ മേത്തിക്ക് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ എല്ലാവർക്കും പേടിയുണ്ട്.
അങ്ങനെ ഒരു പേടി ഉണ്ടാവും. അല്ലാണ്ടപ്പോൾ വേറെ എന്താ പറയുക, നമ്മുടെ മേത്ത് ഇങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോൾ നമുക്കൊരു പേടി എന്നാലും നല്ല ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞത് ഇറങ്ങാറായിട്ട് മണിക്കൂട്ടന് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഞാൻ വേണം വിശക്കണു അതിൻ്റെ ഒക്കെ ഒരു ഇതായി. പിന്നെ അവിടെ തന്നെ സ്നാക്സ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു എത്തി. അപ്പോൾ അപ്പോഴവിടെ ഒട്ടകം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോകാൻ നേരത്തെ ഒട്ടകത്തിനൊരു ഇലയും കൂടി കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ ഓട്ടോറിക്ഷ ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഓട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരു ഓട്ടോ വിളിച്ചു തന്നിട്ട് ഞങ്ങൾ ആ ഓട്ടോയിലാണ് കുറച്ച് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ബസ് കിട്ടുന്നൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഓട്ടോ വരില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോ ഒന്നും വരില്ല. അപ്പോൾ ഇന്നത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.